നമസ്കാരം. കെ.എസ്. മെൻറ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിന് പലരും കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എഴുതി കഴിഞ്ഞാൽ എത്ര പേർക്ക് ജോലി കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എത്ര പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ 576/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസീസ് എന്നാണ്. വാക്കൻസിയുടെ നമ്പർ പറഞ്ഞിട്ടില്ല, എത്ര വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ എത്ര വാക്കൻസി വരെ നമുക്ക് പ്രതീക്ഷിക്കാം? അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എത്രത്തോളം വാക്കൻസീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ബാച്ച് കെ.എസ്. മെൻറ്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസിൽ കിട്ടിയ മാർക്ക് ഏകദേശം ഒരു 45-ന് മുകളിലാണെങ്കിൽ പഠിച്ചു തുടങ്ങുക. അപ്പോൾ സമയം പാഴാക്കാനില്ല. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മളെ അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അഡ്വൈസിൻ്റെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത് 12/4/2023 അതായത് മെയ് മാസം 12, 2023 ഈ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നടക്കാൻ പോകുന്ന ആ ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത് 2026 മെയ് 12-നായിരിക്കും. 12, 13 ഈ ഒരു തീയതികളിലായിരിക്കും ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നത്. അതൊന്ന് ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം നടന്നിട്ട് റാങ്ക് ലിസ്റ്റിൽ നിന്നും 510 പേരെയാണ് വിളിച്ചിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. 510 പേരെ വിളിച്ചിട്ടുണ്ട്. അതൊരു വലിയ നമ്പർ തന്നെയാണ്. നമുക്കും വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ വിളിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കാം. നല്ലൊരു നമ്പർ തന്നെയാണ്. അതുപോലെ നിങ്ങൾ നോക്കുക, ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് പോയിരിക്കുന്നത് 355-ാമത്തെ റാങ്കാണ്. ഇതുവരെയുള്ള കണക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ EWS ആണെങ്കിൽ 366-ാമത്തെ റാങ്ക് വരെ പോയിട്ടുണ്ട്. അതുപോലെ SC ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 31 പേരെ എടുത്തിട്ടുണ്ട്. അതുപോലെ ST ആണെങ്കിൽ 13 പേരെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നോക്കിയാൽ SCC അതിൽ നിന്നും 4 പേരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് സുഖമായിട്ട് ജോലി കിട്ടും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഇപ്പം ഇനിയും ഏകദേശം ഒരു വർഷത്തിനടുപ്പിച്ച് റാങ്ക് ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ തന്നിരിക്കുന്ന 510 അഡ്വൈസിനേക്കാളും കൂടുതൽ അഡ്വൈസസ് പോകാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സമയം കളയാതെ പഠിച്ചു തുടങ്ങുക. നല്ല കൃത്യമായൊരു ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റൂ എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ SIയുടെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് 11th ജൂണിന്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. കഴിഞ്ഞ SIയുടെ റിസൾട്ട് വന്നപ്പോഴേക്ക് 50-ലധികം ഉദ്യോഗാർത്ഥികളാണ് കെ.എസ്. മെൻറ്ററിൽ നിന്ന് മാത്രം പാസ്സായിരിക്കുന്നത്. ആ ഒരു ടീം തന്നെയാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യാനായിട്ട് വീണ്ടും ഈ ഒരു SI ബാച്ചിലുള്ളത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഡിഗ്രി പ്രിലിംസ് ബാച്ചും ആരംഭിക്കാനിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്